പ്രൈസ് ദി ലോർഡ്. യേശുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനശക്തി ശുശ്രൂഷയിലേക്ക് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം എന്തുമാത്രം കരുതലുള്ളവരായിരിക്കണം എന്നാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ, നമ്മുടെ ആത്മാവിൻ്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നാം ജാഗ്രതയുള്ളവരായിരിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താല്പര്യം വെച്ചിരിക്കുന്നു, നീ അതിനെ കീഴടക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തെ താല്പര്യം വെച്ച്, നമ്മുടെ ആത്മാവിനെ ലക്ഷ്യം വെച്ച് പാപം വാതിൽക്കൽ തന്നെ പതിയിരിക്കുന്നു. പ്രലോഭനങ്ങളിലൂടെയും പാപ സാഹചര്യങ്ങളിലൂടെയും നമ്മളെ പാപത്തിൽ വീഴിക്കാനും നമ്മുടെ ആത്മാവിനെ നാശത്തിൽ വീഴിക്കാനും നമ്മുടെ ആത്മാവിൽ താല്പര്യം വെച്ച് പാപം പതിയിരിക്കുന്നു. നമ്മുടെ ഹൃദയവാതിലിൽ മുട്ടിക്കൊണ്ടേയിരിക്കുന്നു. നാം അതിനെ കീഴടക്കണം. എന്നാൽ പ്രലോഭനത്തിൽ വീണുപോയാൽ, പാപത്തിന് നമ്മൾ സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ അത് കീഴടക്കും. ഈ വചനത്തിലൂടെ ദൈവം സംസാരിക്കുകയാണ്, പാപത്തെ നാം കീഴടക്കണം. കാരണം പാപം വാതിൽക്കൽ തന്നെ നമ്മുടെ ഹൃദയവാതിലിൽ മുട്ടിക്കൊണ്ടിരിപ്പുണ്ട്, നമ്മളെ വീഴിക്കാൻ വേണ്ടി, പാപത്തിൽ വീഴിക്കാൻ. നമ്മുടെ ആത്മാവിൻ്റെ നാശം ആഗ്രഹിച്ച് പ്രലോഭനങ്ങളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ അത് വീണ്ടും വീണ്ടും പാപം ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ആത്മാവിനെ കുരുക്കിലാക്കാൻ വേണ്ടി. അതുകൊണ്ട് എല്ലാ പ്രലോഭനങ്ങളെയും കെണികളെയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ തിരിച്ചറിഞ്ഞ് പാപത്തെ അതിജീവിക്കാനുള്ളൊരു കൃപ നാം ദൈവത്തിൽ നിന്ന് നേടിയെടുക്കണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം, പാപത്തെയും പ്രലോഭനങ്ങളെയും അതിജീവിക്കാനുള്ളൊരു കൃപ എനിക്ക് തരണമേ. കാരണം പാപം നമ്മളിൽ താല്പര്യം വെച്ചിരിക്കുന്നു, അത് വാതിൽക്കൽ പതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നാം വായിക്കുന്നുണ്ട് വെളിപാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 19-ഉം 20-ഉം വാക്യങ്ങളിൽ, ഞാൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീക്ഷ്ണതയുള്ളവനാവുക, അനുതപിക്കുക. ഇതാ ഞാൻ വാതിലിൽ മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷിക്കുകയും ചെയ്യും. ഇത് നമ്മുടെ കർത്താവ് ഈശോ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. നാം അനുതപിക്കാൻ, ദൈവത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ, ഒരൈക്യത്തിലേക്ക് വരാൻ, സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം തരാൻ വേണ്ടി നമ്മുടെ വാതിൽക്കൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതിൽ ആരുടെ വിളിയാണ് നാം കേൾക്കുക? ഇതിൽ ആർക്കാണ് നാം വാതിൽ തുറന്നു കൊടുക്കുക? ഈശോയ്ക്കോ അതോ പാപത്തിനോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ സ്നേഹാർദ്രമായ വിളി കേൾക്കാൻ നമ്മുടെ കാതുകൾ തുറക്കാം. ഈശോയ്ക്ക് നമ്മുടെ വാതിലുകൾ തുറന്നു കൊടുക്കാം. തീക്ഷ്ണതയുള്ളവരാകാം. പാപങ്ങളെക്കുറിച്ച് അനുതപിക്കാം. ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് വരവേൽക്കാം. അപ്പോൾ പാപത്തെ അതിജീവിക്കാനുള്ള കൃപ, പാപ സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കും. ആകയാൽ ജാഗരൂകരായിരിക്കുക. എപ്പോഴും ദൈവത്തിൻ്റെ വിളിക്ക് വേണ്ടി കാതോർക്കുക. സാത്താൻ്റെ വിളികളെ, സാത്താൻ്റെ പ്രലോഭനങ്ങളെ തിരിച്ചറിയാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. വചനശക്തിയാൽ നാം നിറയട്ടെ. പരിശുദ്ധാത്മാവിനാൽ നാം നിറയട്ടെ. ദൈവത്തിൻ്റെ കൃപ നമ്മളെ നയിക്കട്ടെ. നമ്മളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.